അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കയറലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച. 70ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2022 ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. മികച്ച നടൻ ഋഷഭ് ഷെട്ടി, ചിത്രം കാന്താര. മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യമേനോനും മാനസി പരേഖും പങ്കിട്ടു. ഊഞ്ചായ് എന്ന ചിത്രത്തിലൂടെ സൂരജ് ആർ ബർച്ചാത്യ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജനപ്രിയ ചിത്രം കാന്താര തന്നെ. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആനന്ദ് ഏകർഷി രചനയും സംവിധാനവും നിർവഹിച്ച ആട്ടമാണ്. തിരക്കഥയ്ക്കും ചിത്ര സംയോജനത്തിനും ആട്ടം അവാർഡുകൾ നേടി. മാളികപ്പുറത്തിലെ ശ്രീപദ് മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. സൗദി വെള്ളക്കയാണ് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും പ്രഖ്യാപിച്ചു. ബ്ലസ്സിയുടെ ആടുജീവിതം അവാർഡുകൾ വാരിക്കൂട്ടി. ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് സുകുമാരൻ മികച്ച നടനായി. ഉള്ളൊഴുക്കിലൂടെ ഉർവശിയും തടവിലൂടെ ബീന ആർ ചന്ദ്രനും മികച്ച നടിമാരായി. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച സംവിധായകൻ ആടുജീവിതം സംവിധാനം ചെയ്ത ബ്ലസ്സിയാണ്. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. മികച്ച സ്വഭാവ നടൻ പൂക്കാലം എന്ന ചിത്രത്തിലൂടെ വിജയരാഘവനും മികച്ച സ്വഭാവ നടിയായി ശ്രീഷ്മ ചന്ദ്രൻ പൊമ്പിളൈ ഒരുമയിലൂടെയും നേടി. മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്ററും മികച്ച പിന്നണി ഗായിക ആനാമിയും. കലാമൂല്യമുള്ള മികച്ച ജനപ്രിയ ചിത്രമായി ആടുജീവിതം തെരഞ്ഞെടുക്കപ്പെട്ടു. വയനാട് ഉരുൾപൊട്ടലിൽ 1555 വീടുകൾ വാസയോഗ്യമല്ലാതായെന്നും 600ഓളം ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചതായും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്ന് കേസ് പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കേസിൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം, ദേശീയപാത അതോറിറ്റി തുടങ്ങിയവരെ ഹൈക്കോടതി കക്ഷി ചേർത്തു. അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായി ഗംഗാവാലി പുഴയിലെ തെരച്ചിലിന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ സംഘം പുഴയിലിറങ്ങിയെങ്കിലും പുഴയിൽ കലക്കം കൂടുതലാണെന്ന് നാവികസേന വിശദീകരിച്ചു. കലക്കവെള്ളം വെല്ലുവിളിയാണെങ്കിലും കലക്കവെള്ളത്തിലും തിരച്ചിൽ നടത്തി പരിചയമുള്ളവരാണ് ഒപ്പമുള്ളതെന്നും അതുകൊണ്ട് തന്നെ വെള്ളത്തിനടിയിൽ ഇറങ്ങി പരിശോധനകൾ തുടരുമെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു. കർണാടകയിലെ ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ പ്രതിസന്ധി. പുഴയിലെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധിക്കുന്നതിനായാണ് ഡ്രഡ്ജർ എത്തിക്കുന്നത്. ഇതിനിടെ ഗംഗാവാലി പുഴയിൽ നടത്തിയ തെരച്ചിലിനിടെ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ലോഹഭാഗങ്ങൾ വീണ്ടും കണ്ടെത്തി. നാവികസേന ഇന്ന് നടത്തിയ തെരച്ചിലിലാണ് കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത്. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിലെ യുവ വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് നാളെ ഡോക്ടർമാരുടെ പണിമുടക്ക്. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ ഞായറാഴ്ച രാവിലെ 6 മണി വരെയാണ് പണിമുടക്ക്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഡോക്ടർമാർ OP ബഹിഷ്കരിക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിനു പിന്നിൽ UDF തന്നെയാണെന്ന് CPM നേതാവ് EP ജയരാജൻ. UDFന്റെ കൈകൾ പരിശുദ്ധമാണോ എന്നും EP ജയരാജൻ ചോദിച്ചു. വർഗീയ പ്രചരണത്തിന് എതിരായിട്ടായിരുന്നു KK ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത്. എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ട്. KK ശൈലജ ലതികയെ തള്ളിപ്പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയില്ല. അത് അവരോട് തന്നെ ചോദിക്കണം. പോലീസ് അന്വേഷണം സത്യസന്ധമെന്ന് പ്രതിപക്ഷം അംഗീകരിച്ചല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ എല്ലാ തെളിവും ഉണ്ടായിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി കുറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്നും കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന് കളങ്കമാണിതെന്നും നിയമപോരാട്ടം തുടരുമെന്നും VD സതീശൻ പറഞ്ഞു. ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ടാണ് സത്യം പുറത്തുവന്നത്. ഇല്ലെങ്കിൽ കാസിമിന്റെ തലയിൽ ഇരുന്നേനെ. UAPയെ ചുമത്തി അറസ്റ്റ് ചെയ്യേണ്ട കേസാണിതെന്നും അല്ലെങ്കിൽ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി 225 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു.
ഓണക്കാലത്ത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ബജറ്റ് വിഹിതത്തിന് പുറമെ 120 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് അധികമായി ലഭ്യമാക്കിയതെന്നും ധനവകുപ്പ് വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകനായ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ കോടതിയിൽ കുറ്റം നിഷേധിച്ചു. കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച ശേഷമാണ് ശ്രീറാം വെങ്കിട്ടരാമൻ കുറ്റം നിഷേധിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കേസ് പരിഗണിച്ചപ്പോഴും ശ്രീറാം ഹാജരാകാത്തതിനെ കോടതി വിമർശിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് 1ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ശ്രീറാം വെങ്കിട്ടരാമൻ ഹാജരായത്. സംസ്ഥാന സർക്കാർ ഓണം വാരാഘോഷം വേണ്ടെന്ന് തീരുമാനിച്ചതിന് പിന്നാലെ 4ാം ഓണനാളിലെ പുലിക്കളി വേണ്ടെന്ന് വെച്ച തീരുമാനം തൃശൂർ കോർപ്പറേഷൻ പുനഃപരിശോധിക്കുന്നു. ഒരുക്കങ്ങളെല്ലാം പാതി വഴിയിലാണെന്നും പുലിക്കളി നടത്തണമെന്നും സംഘങ്ങൾ ആവശ്യപ്പെട്ടതോടെ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പുലിക്കളി നടത്തുന്ന കാര്യത്തിൽ അഭിപ്രായം തേടി തൃശൂർ മേയർ സർക്കാരിന് കത്തയച്ചു. കോടതികളുടെ വിവിധ ഡിജിറ്റലൈസേഷൻ പദ്ധതികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പങ്കെടുക്കില്ല. നാളെ കുമരകത്ത് കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ISRO വിക്ഷേപണ വാഹനമായ SSLV D3 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ 1ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്നാണ് SSLV D3 വിക്ഷേപിച്ചത്. ഭൗമനിരീക്ഷണ കൃത്രിമ ഉപഗ്രഹമായ EOS-08 SSLV ബഹിരാകാശത്ത് എത്തിച്ചു. വിക്ഷേപണത്തിന്റെ 3 ഘട്ടവും വിജയകരമാണെന്ന് ISRO അറിയിച്ചു. പ്രകൃതി ദുരന്തങ്ങളുടെ കാലത്ത് ഇന്ത്യക്ക് കരുത്തും പ്രതിരോധവുമാകാൻ EOS-08 സാറ്റലൈറ്റിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. യുവ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാരെ എല്ലാം ഉടൻ പിടികൂടുമെന്ന് CBI ഉറപ്പു നൽകിയെന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ അച്ഛൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം നിരസിക്കുകയാണെന്നും പ്രതിഷേധത്തിൽ ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദിയെന്നും പിതാവ് പറഞ്ഞു. ഇതിനിടെ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ട് മമതാ ബാനർജി ഇന്ന് പ്രതിഷേധം നയിക്കും. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് മമതാ ബാനർജിയുടെ റാലി. CBI അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടാണ് മമതയുടെ പ്രതിഷേധ റാലി. അതിനിടെ BJP ഇന്ന് മമതാ ബാനർജിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും. കൊൽക്കത്തയിൽ CPM പ്രഖ്യാപിച്ച 12 മണിക്കൂർ ബന്ദ് തുടരുകയാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.